കൊച്ചിയിലുള്ള ഒരു സാധാരണ വീട്ടിൽ പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായിരുന്നു ദീപക്. ആ മകൻ ഇന്ന് ജീവനോടെയില്ല. സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ട വിചാരണയും കണ്ടന്റ് നിർമ്മാണത്തിനായി ഒരാളുടെ അഭിമാനത്തെ പൊതുമധ്യത്തിൽ പിച്ചു ചീന്തിയതിന്റെയും സ്വാഭാവിക പരിണിത ഫലമാണ് കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യ. പയ്യന്നൂരിലേക്കുള്ള സാധാരണ യാത്രയിൽ താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു സ്ത്രീ തന്റെ ഫോണിലൂടെ ചിത്രീകരിച്ച വീഡിയോയാണ് ആ യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഏക മകനുമായ ദീപക് മാന്യമായി ജോലി ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ സെയിൽസ്മാൻ ആയിരുന്നു എന്ന സത്യം കൂടി നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അവന്റെ കഴുത്തിൽ മരണത്തിന്റെ കുരുക്കു മുറുകിയത് ആരും കാണാതെയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു നിൽക്കുകയാണ്. ഒരു ടെക്സ്റ്റൈൽ സെയിൽസ്മാൻ എന്ന നിലയിൽ മാന്യമായി ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന യുവാവിനെ യാതൊരു തെളിവുമില്ലാതെ കാമാന്തൻ എന്ന മുദ്രകുത്തി പൊതുമധ്യത്തിൽ വിചാരണ ചെയ്തത് ആർക്കു വേണ്ടിയാണ്? വൈറൽ കണ്ടന്റുകൾക്കായി പച്ച മനുഷ്യന്റെ ജീവിതം പിച്ചു ചീന്തുന്ന ഇന്റർനെറ്റ് ക്രിമിനലിസത്തിനെതിരെ കേരളം പ്രതികരിക്കേണ്ടതുണ്ട്. ദീപകിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തികച്ചും ഏകപക്ഷീയമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരുപക്ഷെ ഒരു ബസ് യാത്രക്കിടയിൽ തിരക്കിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ വിദ്വേഷവും പരിഹാസവും കലർത്തി ഒരു സെക്ഷൽ ബൗണ്ടറി വയലേഷൻ എന്ന രീതിയിൽ ചിത്രീകരിക്കുകയായിരുന്നു യുവതി. തിരക്കേറിയ ബസ്സിൽ അബദ്ധവശാൽ കൈ തട്ടിയതിനെ പോലും ലൈംഗികാതിക്രമമായി ചിത്രീകരിക്കാൻ ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ കാട്ടിയ ഉത്സാഹം ഭയാനകമാണ്. വീഡിയോ പരിശോധിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും അതിലൊരു അതിജീവതിയുടെ വേദനയല്ല, മറിച്ച് തന്റെ വീഡിയോ വൈറലാക്കാൻ ഒരു ഇരയെ കിട്ടിയതിന്റെ ആവേശം മാത്രമാണ് ഷിംജിതയുടെ മുഖത്തുള്ളതെന്ന്. അതായത് വീഡിയോ എടുത്ത ഷിംജിത മുസ്തഫ എന്ന സ്ത്രീയുടെ മുഖഭാവങ്ങളിൽ ഒരു അതിജീവതിയുടെ വേദനയല്ല, മറിച്ചൊരു വൈറൽ കണ്ടന്റ് നിർമ്മിച്ചതിലെ ആഹ്ലാദ പ്രകടനമായിരുന്നു. ദീപകിനെതിരെ മുൻപ് ഇത്തരത്തിലുള്ള യാതൊരു കേസുകളോ പരാതികളോ ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ഒരു വ്യക്തിയെയും കരിയറിനെയും തകർക്കാൻ ഇത്തരമൊരു വീഡിയോ മാത്രം മതിയായിരുന്നു. നമ്മുടെ നാട് ഒരു നിയമവ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ തെറ്റ് ചെയ്താൽ പരാതിപ്പെടാൻ പോലീസും ശിക്ഷിക്കാൻ കോടതിയും ഇവിടെയുണ്ട്. എന്നാൽ ഇവിടെ നടന്നത് നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന ഇന്റർനെറ്റ് വിജിലാന്റിസമാണ്. ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളിലൂടെ ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഈ പ്രവണത തുടർന്നാൽ നാളെ സത്യസന്ധമായി പരാതിയുമായി വരുന്ന യഥാർത്ഥ അതിജീവിതരെ പോലും സമൂഹം പരിഹസിച്ച് തള്ളുന്ന അവസ്ഥയുണ്ടാവും. ഇത് സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ കനത്ത തിരിച്ചടിയാകും. ഇങ്ങനെയായാൽ തെളിവുകളില്ലാതെ വിചാരണയില്ലാതെ ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്തി മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഈ രീതി സാംസ്കാരിക കേരളത്തിന് അപമാനമാവും. ഇത്തരത്തിൽ വ്യാജമായി ആർക്കും ആരെയും തകർക്കാമെന്ന അവസ്ഥ വന്നാൽ യഥാർത്ഥ അതിജീവിതർ നാളെ നീതി തേടി വരുമ്പോൾ സമൂഹം അവരെയും സംശയത്തോടെ മാത്രമേ നോക്കൂ. സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളിൽ നിന്നും ക്രൂരമായ സൈബർ ആക്രമണങ്ങളിൽ നിന്നും പുരുഷന്മാരെ സംരക്ഷിക്കാൻ ഒരു പുരുഷ കമ്മീഷൻ രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ദീപകിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ പുരുഷന്റെ പക്ഷം കേൾക്കാൻ ആരുമില്ല എന്ന നിസ്സഹായതയായിരിക്കാം അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. തുല്യനീതിയും ലിംഗസമത്വവും പ്രസംഗിക്കുന്നവർ ഒരു പുരുഷന്റെ അന്തസ്സും സുരക്ഷയും അവിടെ ബലി കൊടുക്കപ്പെടുമ്പോൾ മിണ്ടുന്നില്ല എന്നത് വലിയൊരു രാഷ്ട്രീയ അപചയമാണ്. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ 1000 സംഘടനകളുള്ള നമ്മുടെ നാട്ടിൽ ദീപകിനെ പോലെ വേട്ടയാടപ്പെടുന്ന പുരുഷന്മാരുടെ വിലാപം കേൾക്കാൻ ആരാണുള്ളത്? ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണം കൊണ്ട് ഒരു കുടുംബത്തെയാകെ തകർക്കാൻ ഒരു വീഡിയോ മതി എന്ന അവസ്ഥ മാറിയേ തീരൂ. ഈ സാഹചര്യത്തിൽ ഒരു പുരുഷ കമ്മീഷൻ രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ലിംഗസമത്വം എന്നത് കേവലം ഒരു വശത്തേക്ക് മാത്രമുള്ളതല്ല. ദീപകിന്റെ ആത്മഹത്യ ഒരു മരവിച്ച ഓർമ്മപ്പെടുത്തലാണ്. പുരുഷന്റെ അന്തസ്സും അഭിമാനവും ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരാൾക്ക് പെരുമാറ്റ വൈകല്യമുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും അത് തിരുത്തേണ്ടത് നിയമപരമായ രീതിയിലാണ്, അല്ലാതെ ആൾക്കൂട്ട വിചാരണയിലൂടെയല്ല. ദീപകിന്റെ മരണം ഒരു കൊലപാതകമാണ്. അത് ചെയ്തത് ഷിംജിത മുസ്തഫയെ പോലെയുള്ള കണ്ടന്റ് വേട്ടക്കാരും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സൈബർ ആൾക്കൂട്ടവും പിന്നിലുണ്ട്. ഒരാൾക്ക് പെരുമാറ്റ വൈകല്യമുണ്ടെങ്കിൽ അത് ചികിത്സിക്കാനും നിയമപരമായി നേരിടാനുമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനും പകരം അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടവർ നിയമത്തിന് മുന്നിൽ മറുപടി പറഞ്ഞേ തീരൂ. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം വിജിലാന്റിസം ഇനിയും തുടർന്നാൽ നമ്മുടെ നിയമവ്യവസ്ഥയും സാമൂഹിക ഭദ്രതയും തകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മനം നൊന്ത് മരണം സ്വീകരിച്ച ദീപകിന്റെ മാതാപിതാക്കളുടെ ശൂന്യമായ ആ വീട്
എല്ലാ കാലത്തും നമ്മുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും.